ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സ്നേഹ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കുറിച്ചും അവയുടെ സവിശേഷതകളെ കുറിച്ചുമാണ്. ആദ്യം നമുക്ക് ആന്ധ്രാപ്രദേശിനെ കുറിച്ച് പഠിക്കാം. ആന്ധ്രകേസരി എന്നറിയപ്പെട്ടത് ടി പ്രകാശമാണ്. ടി പ്രകാശം അറിയപ്പെട്ടിരുന്നത് ആന്ധ്രകേസരി എന്ന പേരിലാണ്. ഇന്ത്യയിൽ ആദ്യമായി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് നടപ്പിലാക്കിയ സ്ഥലമാണ് ആന്ധ്രാപ്രദേശിലെ ബന്തലപ്പള്ളി. ഇന്ത്യയിൽ ആദ്യമായി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് നടപ്പിലാക്കിയത് ആന്ധ്രാപ്രദേശിലെ ബന്തലപ്പള്ളിയിലാണ്. 2006 ആക്ട് നടപ്പിലാക്കിയത്. ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ടി പ്രകാശം. ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ടി പ്രകാശം. ആന്ധ്രാപ്രദേശിന്റെ സംസ്ഥാന മൃഗമാണ് ബ്ലാക്ക് ബക്ക്. ആന്ധ്രാപ്രദേശിന്റെ സംസ്ഥാന മൃഗമാണ് ബ്ലാക്ക് ബക്ക്. പോളവാരം അണക്കെട്ട് ഗോദാവരി നദിയിലാണുള്ളത്. പോളവാരം അണക്കെട്ട് ഏത് നദിയിലാണ്? ഗോദാവരി നദിയിലാണ്. സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി അഥവാ തുല്യതാ പ്രതിമ, അതായത് രാമാനുജാചാര്യയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ശംഷാബാദിലാണ്. സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി അഥവാ തുല്യതാ പ്രതിമയായ രാമാനുജാചാര്യ സ്ഥാപിച്ചിരിക്കുന്നത് ശംഷാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ കേന്ദ്രം ആരംഭിച്ചത് വെങ്കിടാചലം എന്ന ഗ്രാമത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ കേന്ദ്രം ആരംഭിച്ച ഗ്രാമമാണ് വെങ്കിടാചലം. ഇന്ത്യയിലെ ആദ്യത്തെ ജസ്റ്റിസ് സിറ്റിയാണ് അമരാവതി. ഇന്ത്യയിലെ ആദ്യത്തെ ജസ്റ്റിസ് സിറ്റിയാണ് അമരാവതി. സായിബാബയുടെ ആസ്ഥാനം എന്ന നിലയിൽ പ്രസിദ്ധമായ പുട്ടപർത്തി ആന്ധ്രാപ്രദേശിലാണ്. സായിബാബയുടെ ആസ്ഥാനം എന്ന നിലയിൽ പ്രസിദ്ധമായിട്ടുള്ള പുട്ടപർത്തി ആന്ധ്രാപ്രദേശിലാണ് ഉള്ളത്. ക്ലാസിക്കൽ നൃത്തരൂപമായ കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെ ഏത് ജില്ലയിലെ വില്ലേജിന്റെ പേരാണ്? കൃഷ്ണ. ക്ലാസിക്കൽ നൃത്തരൂപമായ കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ എന്ന ജില്ലയിലെ വില്ലേജിന്റെ പേരാണ്. അടുത്തൊരു ചോദ്യം, ഏത് സംസ്ഥാനത്താണ് ശ്രീകാളഹസ്തി ക്ഷേത്രമുള്ളത്? ആന്ധ്രാപ്രദേശിലാണ്. ഏത് സംസ്ഥാനത്താണ് ശ്രീകാളഹസ്തി ക്ഷേത്രമുള്ളത്? ആന്ധ്രാപ്രദേശിലാണ്. ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് വധശിക്ഷ ഉറപ്പാക്കാനായി ദിശ ബിൽ പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് വധശിക്ഷ ഉറപ്പാക്കാനായി ദിശ ബിൽ പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ മുൻ തലസ്ഥാനം ഏതാ? കുർണൂലാണ്. ആന്ധ്രാപ്രദേശിന്റെ മുൻ തലസ്ഥാനം കുർണൂലാണ്. ആന്ധ്രാപ്രദേശിലെ ഏത് സ്ഥലത്തു കൂടിയാണ് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം കടന്നു പോകുന്നത്? കാക്കിനഡയിലൂടെയാണ്. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ എന്ന സ്ഥലത്തു കൂടിയാണ് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം കടന്നു പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണ് തിരുപ്പതിയിലെ വെങ്കിടേശ്വര ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണ് തിരുപ്പതിയിലെ വെങ്കിടേശ്വര ക്ഷേത്രം. ഏത് സംസ്ഥാനത്തെ ജനവിഭാഗമാണ് റെഡ്ഡി? AP. ഏത് സംസ്ഥാനത്തെ ജനവിഭാഗമാണ് റെഡ്ഡി? ആന്ധ്രാപ്രദേശിലെയാണ്. ആന്ധ്രാപ്രദേശിലെ ജനവിഭാഗമാണ് റെഡ്ഡി. ആന്ധ്രാപ്രദേശിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് ബക്കിംഗ്ഹാം കനാൽ. ആന്ധ്രാപ്രദേശിനെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് ബക്കിംഗ്ഹാം കനാൽ. ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായ ബുദ്ധമത കേന്ദ്രമാണ് നാഗാർജുനകൊണ്ട. ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായ ബുദ്ധമത കേന്ദ്രമാണ് നാഗാർജുനകൊണ്ട. ആന്ധ്രാപ്രദേശിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ദക്ഷിണേന്ത്യയിൽ പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ദക്ഷിണേന്ത്യയിൽ പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യക്ക് രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും സംഭാവന ചെയ്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാ? ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഇന്ത്യക്ക് രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും സംഭാവന ചെയ്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ കടന്നുപോകുന്ന ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ കടന്നുപോകുന്ന ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. കലംകാരി എന്ന പരമ്പരാഗത ചിത്രകലാ രീതിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. കലംകാരി എന്ന പരമ്പരാഗത ചിത്രകലാ രീതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് സ്വന്തമായി ടെലിവിഷൻ ചാനൽ ആരംഭിച്ചത്. ആന്ധ്രാപ്രദേശിലാണ് ആദ്യമായി സ്വന്തമായിട്ട് ടെലിവിഷൻ ചാനൽ ആരംഭിച്ചത്. ഇന്ത്യയുടെ അരിപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ അരിപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായി ജെൻഡർ ബജറ്റ് അവതരിപ്പിച്ചത് ആന്ധ്രാപ്രദേശിലാണ്.
ഇന്ത്യയിൽ ആദ്യമായി ജെൻഡർ ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. നോ ഹെൽമെറ്റ് നോ പെട്രോൾ എന്ന നയം നടപ്പാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. നോ ഹെൽമെറ്റ് നോ പെട്രോൾ എന്ന നയം നടപ്പാക്കിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിതമായത് ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിതമായ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ മുട്ടപ്പത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് നിർമ്മിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ അണക്കെട്ട് നിർമ്മിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെന്റർ സ്ഥാപിക്കപ്പെട്ടത് ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെന്റർ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് ഗവൺമെന്റ് ആംബുലൻസ് നെറ്റ്വർക്ക് നിലവിൽ വന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് ഗവൺമെന്റ് ആംബുലൻസ് നെറ്റ്വർക്ക് നിലവിൽ വന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അടുത്തത് നമുക്ക് അരുണാചൽ പ്രദേശിനെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയിലെ 24ാമത്തെ സംസ്ഥാനം എന്ന പദവി അരുണാചൽ പ്രദേശിന് ലഭിച്ചത് 1987 ഫെബ്രുവരി 20-നാണ്. ഇന്ത്യയിലെ 24ാമത്തെ സംസ്ഥാനം എന്ന പദവി അരുണാചൽ പ്രദേശിന് ലഭിച്ചത് 1987 ഫെബ്രുവരി 20-നാണ്. നേഫയുടെ പൂർണ്ണരൂപം വരുന്നത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നാണ്. നേഫയുടെ പൂർണ്ണരൂപം നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നാണ്. പരശുരാമ മേള നടക്കുന്ന അരുണാചൽ പ്രദേശിലെ സ്ഥലമാണ് പരശുരാം കുണ്ട്. പരശുരാമ മേള നടക്കുന്ന അരുണാചൽ പ്രദേശിലെ സ്ഥലമാണ് പരശുരാം കുണ്ട്. പുരാവസ്തു ഗവേഷണ കേന്ദ്രമായ മാലിനിത്താൻ സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. പുരാവസ്തു ഗവേഷണ കേന്ദ്രമായ മാലിനിത്താൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേയറ്റമാണ് കിബിത്തു. ഇന്ത്യയുടെ കിഴക്കേയറ്റമാണ് കിബിത്തു. നാംചിക് നാംഫുക് കൽക്കരി ഖനി ഏത് സംസ്ഥാനത്താണ് കൂടുതൽ? അരുണാചലിലാണ്. നാംചിക് നാംഫുക് കൽക്കരി ഖനി ഏത് സംസ്ഥാനത്താണുള്ളത്? അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലെ ആദ്യ പത്രമാണ് അരുണഭൂമി. അരുണാചൽ പ്രദേശിലെ ആദ്യ പത്രമാണ് അരുണഭൂമി. ഗുവാഹത്തി ഹൈക്കോടതിയുടെ പരിധിയിലാണ് അരുണാചൽ പ്രദേശ് ഉള്ളത്. ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ് അരുണാചൽ പ്രദേശ് ഉള്ളത്? ഗുവാഹത്തി ഹൈക്കോടതിയുടെ പരിധിയിലാണ്. പെപ്സിയും കോളയും നിരോധിച്ച ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. പെപ്സിയും കോളയും നിരോധിച്ച ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട കരാറാണ് യാന്താവോ കരാർ. അരുണാചൽ പ്രദേശിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട കരാറാണ് 1826 ഫെബ്രുവരി 24 നടന്ന യാന്താവോ കരാർ. ഇന്ത്യയിൽ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്നത് ലോഹിത് എന്ന ജില്ലയാണ്. ഇന്ത്യയിൽ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ലോഹിത്. അരുണാചൽ പ്രദേശിലെ പരമ്പരാഗത കൃഷിരീതിയാണ് ജും. അരുണാചൽ പ്രദേശിലെ പരമ്പരാഗത കൃഷിരീതി ഏതാണ്? ജുമ്മാണ്. ഹൈന്ദവ ആരാധനാ കേന്ദ്രമായ പരശുറാം കുണ്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഹൈന്ദവ ആരാധനാ കേന്ദ്രമായ പരശുറാം കുണ്ട് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. തവാങ് ബുദ്ധവിഹാരം ഏത് സംസ്ഥാനത്താണുള്ളത്? അരുണാചൽ പ്രദേശിലാണ്. തവാങ് ബുദ്ധവിഹാരം ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിനെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. കേരളത്തിന് പുറമെ വേഴാമ്പൽ സംസ്ഥാന പക്ഷിയായിട്ടുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. കേരളത്തിന് പുറമെ വേഴാമ്പൽ സംസ്ഥാന പക്ഷിയായിട്ടുള്ളത് അരുണാചൽ പ്രദേശിനാണ്. കേരളത്തിന് പുറമെ വേഴാമ്പൽ സംസ്ഥാന പക്ഷിയായിട്ടുള്ളത് അരുണാചൽ പ്രദേശിന്റെയാണ്. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കപ്പെടുന്നത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നത്. സസ്യശാസ്ത്രജ്ഞന്മാരുടെ പറുദീസ എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. സസ്യശാസ്ത്രജ്ഞന്മാരുടെ പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്.
നേഫ എന്ന പേരിൽ അറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ് ആണ്. നേഫ എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. നിഷി ഭാഷ സംസാരിക്കപ്പെടുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. നിഷി ഭാഷ സംസാരിക്കപ്പെടുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. സിറോ ഫെസ്റ്റിവലിന് വേദിയൊരുക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. സിറോ ഫെസ്റ്റിവലിന് വേദിയൊരുക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേയറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേയറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയിൽ പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ളത് അരുണാചൽ പ്രദേശിനാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ളത് അരുണാചൽ പ്രദേശിനാണ്. നേച്ചേഴ്സ് പാരഡൈസ് എന്ന ഔദ്യോഗിക വിശേഷണമുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. നേച്ചേഴ്സ് പാരഡൈസ് എന്ന ഔദ്യോഗിക വിശേഷണമുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശാണ്. നമ്മൾ പഠിച്ചു അല്ലെ, ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേയറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്ന്. ഓർക്കിഡുകളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. ഓർക്കിഡുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അടുത്തത് നമുക്ക് അസാമിനെ കുറിച്ച് പഠിക്കാം. ചന്ദ്രപൂർ തെർമൽ പദ്ധതി അസാമിലാണ്. ചന്ദ്രപൂർ തെർമൽ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? അസാമിലാണ്. സ്വന്തമായി നഗരമൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി. സ്വന്തമായി നഗരമൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി. അഹോം രാജവംശം എവിടെയാണ് ഭരിച്ചിരുന്നത്? അസാമിലാണ്. അസാമിലാണ് അഹോം രാജവംശം ഭരിച്ചിരുന്നത്. അസാമിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? ഗോപിനാഥ് ബോർദലോയ്. അസാമിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് ഗോപിനാഥ് ബോർദലോയ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരമാണ് ഗുവാഹത്തി. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരമാണ് ഗുവാഹത്തി. കാമാഖ്യ ക്ഷേത്രം അസാമിലാണ്. കാമാഖ്യ ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? അസാമിലാണ്. സിറ്റി ഓഫ് ഈസ്റ്റേൺ ലൈറ്റ്സ് പൗരസ്ത്യ ദീപങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഗുവാഹത്തിയാണ്. സിറ്റി ഓഫ് ഈസ്റ്റേൺ ലൈറ്റ്സ് അഥവാ പൗരസ്ത്യ ദീപങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഗുവാഹത്തിയാണ്. ഏത് ഇന്ത്യൻ നഗരമാണ് ആദ്യമായി ഭാഗ്യചിഹ്നം സ്വീകരിച്ചത്? ഗുവാഹത്തിയാണ്. ഏത് ഇന്ത്യൻ നഗരമാണ് ആദ്യമായി ഭാഗ്യചിഹ്നം സ്വീകരിച്ചത്? ഗുവാഹത്തിയാണ്. ടീ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദിബ്രുഗഡ് ആണ്. ടീ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദിബ്രുഗഡ് ആണ്. ബാഗ്ജൻ എണ്ണക്കിണർ അസാമിലാണ്. ബാഗ്ജൻ എണ്ണക്കിണർ ഏത് സംസ്ഥാനത്താണ്? അസാമിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രമാണ് ഗുവാഹത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രമാണ് ഗുവാഹത്തി. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ മുസ്ലിം വനിതയാണ് സെയ്ദ അൻവാര തിമൂർ. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ മുസ്ലിം വനിതയാണ് സെയ്ദ അൻവാര തിമൂർ. ഗുവാഹത്തി എന്ന നഗരത്തിന്റെ പഴയ പേരാണ് പ്രാഗ്ജ്യോതിഷ്പൂർ. ഗുവാഹത്തിയുടെ പഴയ പേരാണ് പ്രാഗ്ജ്യോതിഷ്പൂർ. അസാമിലെ പ്രധാന ഉത്സവമാണ് ബിഹു. അസാമിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ബിഹു. ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് അളക്കാൻ സർവേ നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് അളക്കാൻ സർവേ നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. അസാമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് സാത്രിയ. അസാമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് സാത്രിയ. ബാഗ്ജാൻ എണ്ണപ്പാടം അസാമിലാണുള്ളത്. ബാഗ്ജാൻ എണ്ണപ്പാടം ഏത് സംസ്ഥാനത്താണ്? അസാമിലാണ്. അസാമിനെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് അസം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് അസാമിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് അസാമിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അസാമാണ്. ബോർഡിയോസില എന്ന പ്രാദേശികവാദം വീശുന്നത് അസാമിലാണ്. ബോർഡിയോസില എന്ന പ്രാദേശികവാദം വീശുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ഫ്ലഡ് റിപ്പോർട്ട് സിസ്റ്റം ആരംഭിച്ചത് അസാമിലാണ്.
ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ഫ്ലഡ് റിപ്പോർട്ട് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനമാണ് അസം. പ്രാചീന കാലത്ത് കാമരൂപം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് അസം. പ്രാചീന കാലത്ത് കാമരൂപം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് അസം. 1951 ശേഷം രാജ്യത്ത് പൗരത്വ പട്ടിക തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് അസം. 1951 ശേഷം രാജ്യത്ത് പൗരത്വ പട്ടിക തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് അസം. ചുവന്ന നദിയുടെ നാട് എന്നറിയപ്പെടുന്നത് അസമാണ്. ചുവന്ന നദിയുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അസം. അടുത്തത് നമുക്ക് ബീഹാറിനെ കുറിച്ച് പഠിക്കാം. മൈഥിലി ഭാഷ സംസാരിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് ബീഹാറും ജാർഖണ്ഡും. മൈഥിലി എന്ന ഭാഷ സംസാരിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് ബീഹാറും ജാർഖണ്ഡും. ഗംഗാ നദി ഒഴുകുന്ന ഏക സംസ്ഥാന തലസ്ഥാനമാണ് പാട്ന. ഗംഗാ നദി ഒഴുകുന്ന ഏക സംസ്ഥാന തലസ്ഥാനമാണ് പാട്ന. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർഷിക കന്നുകാലി മേള നടക്കുന്നത് സോണിപ്പൂരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർഷിക കന്നുകാലി മേള നടക്കുന്ന സ്ഥലമാണ് സോണിപ്പൂർ. നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ ഏത് സംസ്ഥാനത്താണ് കാണാൻ കഴിയുക? ബീഹാറിലാണ്. നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ ബീഹാറിലാണ് കാണാൻ കഴിയുന്നത്. ആമകൾക്കായി പുനരധിവാസ കേന്ദ്രം ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ബീഹാറാണ്. ആമകൾക്കായിട്ട് പുനരധിവാസ കേന്ദ്രം ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. പാറ്റ്നയുടെ പഴയ പേരാണ് പാടലീപുത്രം. പാറ്റ്ന എന്ന നഗരത്തിന്റെ പഴയ പേരാണ് പാടലീപുത്രം. ഗാന്ധി മൈതാൻ പാറ്റ്നയിലാണുള്ളത്. ഗാന്ധി മൈതാൻ പാറ്റ്ന എന്ന നഗരത്തിലാണുള്ളത്. കാബർ തണ്ണീർത്തടം ബീഹാറിലാണ്. കാബർ തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. ബോധഗയ ബീഹാറിലാണ്. ബോധഗയ ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. മധുബാനി ചിത്രരചനാ രീതി ഏത് സംസ്ഥാനത്തെ തനത് ചിത്രകലാ രീതിയാണ്? ബീഹാറിലെയാണ്. മധുബാനി ചിത്രരചനാ രീതി ബീഹാറിലെ തനത് ചിത്രകലാ രീതിയാണ്. വിഹാരങ്ങളുടെ നാട് എന്നർത്ഥത്തിൽ പേര് ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. വിഹാരങ്ങളുടെ നാട് എന്ന അർത്ഥത്തിൽ പേര് ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. ബുദ്ധമത വിഹാരത്തിനുള്ള പാലി ഭാഷയിൽ വാക്കിൽ നിന്ന് പേര് ലഭിച്ച സംസ്ഥാനമാണ് ബീഹാർ. ബുദ്ധമത വിഹാരത്തിനുള്ള പാലി ഭാഷയിലെ വാക്കിൽ നിന്ന് പേര് ലഭിച്ച സംസ്ഥാനമാണ് ബീഹാർ. വാൽമീകി ടൈഗർ റിസർവ് ബീഹാറിലാണ്. വാൽമീകി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. ജാതി സെൻസസ് നടത്താൻ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ബീഹാർ. ജാതി സെൻസസ് നടത്താൻ നിയമസഭയിൽ പ്രമേയം പാസാക്കിയത് 2020 പാസാക്കിയ സംസ്ഥാനമാണ് ബീഹാർ. മഹാബോധി ക്ഷേത്രം ബോധ്ഗയയിലാണ്. മഹാബോധി ക്ഷേത്രം എവിടെയാണ്? ബോധ്ഗയയിലാണ്. അടുത്തത് നമുക്ക് ഛത്തീസ്ഗഡിനെ കുറിച്ച് നോക്കാം. ബീഹാറിനെ കുറിച്ച് പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. പ്രാചീന കാലത്ത് ദണ്ഡകാരണ്യം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. പ്രാചീന കാലത്ത് ദണ്ഡകാരണ്യം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ചിത്രകോട്ട് വെള്ളച്ചാട്ടം ഛത്തീസ്ഗഡിലാണ്. ചിത്രകോട്ട് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ്. 36 കോട്ടകൾ എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 36 കോട്ടകൾ എന്ന് പേരിനർത്ഥമുള്ളത് ഛത്തീസ്ഗഡിനാണ്. ഛത്തീസ്ഗഡിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് റായ്ഗഡ്. ഛത്തീസ്ഗഡിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് റായ്ഗഡ്. കോർബ ഛത്തീസ്ഗഡിലാണ്. കോർബ എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് റായ്പൂർ. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാണ് റായ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സിഖ് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് റായ്പൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിഖ് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് റായ്പൂരിലാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. രവിശങ്കർ സാഗർ അണക്കെട്ട് ഛത്തീസ്ഗഡിലാണ്. രവിശങ്കർ സാഗർ അണക്കെട്ട് ഏത് സംസ്ഥാനത്തിലാണ്? ഛത്തീസ്ഗഡിലാണ്. ട്രാൻസ്ജെൻഡർമാരെ പോലീസ് സേനയിൽ ഉൾപ്പെടുത്തിയത് ഛത്തീസ്ഗഡ് ആണ്. ട്രാൻസ്ജെൻഡർമാരെ പോലീസ് സേനയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ആദ്യമായി ഈ ലോക് അദാലത്ത് സംഘടിപ്പിച്ചത് ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഈ ലോക് അദാലത്ത് സംഘടിപ്പിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. സംഘടിപ്പിച്ച വർഷം 2020. ചിത്രധാര വെള്ളച്ചാട്ടം ഛത്തീസ്ഗഡിലാണ്. ചിത്രധാര വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ്. അടുത്തത് നമുക്ക് ഗോവയെ കുറിച്ച് പഠിക്കാം.
ഗോവയുടെ ലെജിസ്ലേറ്റീവ് തലസ്ഥാനമാണ് പോർവോറിം. ഗോവയുടെ ലെജിസ്ലേറ്റീവ് തലസ്ഥാനമാണ് പോർവോറിം. ഇന്ത്യയിലെ ആദ്യത്തെ പേവിഷവിമുക്ത സംസ്ഥാനമാണ് ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ പേവിഷവിമുക്ത സംസ്ഥാനമാണ് ഗോവ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിന്റെ ആസ്ഥാനം വരുന്നത് ഗോവയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിന്റെ ആസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിൽ ആദ്യമായി ആൽക്കഹോൾ മ്യൂസിയം ആരംഭിച്ചത് ഗോവയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ആൽക്കഹോൾ മ്യൂസിയം ആരംഭിച്ച സംസ്ഥാനമാണ് ഗോവ. യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഗോവയുടെ സംസ്ഥാന വൃക്ഷമാണ് തെങ്ങ്. ഗോവയുടെ സംസ്ഥാന വൃക്ഷമാണ് തെങ്ങ്. കിഴക്കിന്റെ പറുദീസ എന്നറിയപ്പെടുന്നത് ഗോവയെയാണ്. കിഴക്കിന്റെ പറുദീസ എന്നറിയപ്പെടുന്നത് ഗോവയാണ്. ടോളമിയുടെ പുസ്തകത്തിൽ ഷൗബ എന്ന് രേഖപ്പെടുത്തിയത് ഗോവ എന്ന പ്രദേശത്തെയാണ്. ടോളമിയുടെ പുസ്തകത്തിൽ ഷൗബ എന്ന് രേഖപ്പെടുത്തിയ പ്രദേശമാണ് ഗോവ. ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനിയാണ് ഗോവ. ഏറ്റവും അവസാനമായിട്ട് സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ടത് ഗോവ എന്ന വിദേശ കോളനിയാണ്. ഗോവയിൽ വെച്ച് അന്തരിച്ച കത്തോലിക്ക സഭയുടെ വിശുദ്ധനാണ് ഫ്രാൻസിസ് സേവ്യർ. ഗോവയിൽ വെച്ച് അന്തരിച്ച കത്തോലിക്ക സഭയുടെ വിശുദ്ധനാണ് ഫ്രാൻസിസ് സേവ്യർ. വിശുദ്ധ സേവ്യറിന്റെ തിരുശരീരം സൂക്ഷിച്ചിരിക്കുന്നത് ബോം ജീസസ് ബസലിക്കയിലാണ്. അതുള്ളത് പനാജിയിലാണ്. വിശുദ്ധ സേവ്യറിന്റെ തിരുശരീരം സൂക്ഷിച്ചിരിക്കുന്നത് ബോം ജീസസ് ബസലിക്കയാണ്. അതുള്ളത് പനാജിയിലാണ്. കാജു ഫെനി എവിടത്തെ പ്രശസ്തമായ പാനീയമാണ്? ഗോവ. ഗോവയിലെ ഒരു പ്രശസ്തമായ പാനീയമാണ് കാജു ഫെനി. ഗോവയുടെ ഭരണ തലസ്ഥാനമാണ് പനാജി. ഗോവയുടെ ഭരണ തലസ്ഥാനമാണ് പനാജി. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി യന്ത്രം സ്ഥാപിച്ചത് ഗോവയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി യന്ത്രം സ്ഥാപിച്ചത് എവിടെയാണ്? ഗോവയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്കൈബസ് സംവിധാനം നിലവിൽ വന്നത് ഗോവയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്കൈബസ് സംവിധാനം നിലവിൽ വന്നത് ഗോവയിലാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ എന്നീ സംസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ചും കൂടെ പഠിക്കാം. താങ്ക് യു.